ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി നഹി എന്ന് പറഞ്ഞാൽ നഹി. ഓടോ ഹേ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ആയിരം പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം വിടരുത്, എനിക്കത് ഇഷ്ടമല്ല. പോളണ്ടിനെ പറ്റി ഇനി നീ വിട്ടുപോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്ന ഇയാളുടെ തറവാട് സ്വത്തോ? അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. കണ്ട, ഇവൻ പതിരന് മൂങ്ങനുമാണ്. കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന് കഴുത, മല കഴുത. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞു. തീരുമ്പ പണി തരാൻ ഞാനെന്താ കുപ്പിട്ട് വന്ന ഭൂത? ആരാണ് ആദ്യം പ്രയത്നം കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ്. ഞാൻ ഗോവിന്ദൻകുട്ടി. ഇത് ശിവരാമൻ. കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതിയായിട്ട് ഈ പൈൻ്റെ ഉപ്പ് എങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഒന്ന് കൊന്നേനെ ഞാൻ. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോവോ? ഞാൻ പാലായിക്ക് പോക്കോളാം. അത് വേണ്ട, മത്തങ്ങ തറിയ. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള ഭോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? അസ്സലാമു അലൈക്കും. അലൈക്കും വഅലൈക്കും. അലൈക്കും മുസ്സലാം. അണ്ണൻ, അക്ക, ചക്ക. ബാക്കി വെള്ളം ചേർത്താ മതി. ഉണ്ടാവില്ലടോ. അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? വണ്ണം കെട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗീർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. പോകുന്നുണ്ടോ?